ഇതിനകത്ത് രാഷ്ട്രീയക്കാർ ഇൻസെൻസിറ്റീവ് ആവുന്നത്, രാഷ്ട്രീയക്കാർ ഏറ്റവും മോശം രാഷ്ട്രീയക്കാരാവുന്നത് അവർ ഇൻസെൻസിറ്റീവ് ആകുമ്പോഴാണ്. അതായത് അത് നമ്മൾ ഇന്നലെയും പറഞ്ഞു, ഇന്ന് വീണ്ടും ഈ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട എന്ന് കരുതിയതാണ്. ഹർഷൻ അത് പറയുകയും ചെയ്തു. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കരുത് എന്ന് പറയാനല്ല ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടനടിയുള്ള നേരത്തെ ഉപയോഗിക്കേണ്ടത്. കാരണം ഒരു മനുഷ്യനൊരു കുഞ്ഞ് മരിച്ചിരിക്കുകയാണ്. ചിഞ്ചുറാണിയുടെ കാര്യം പറയേണ്ടതില്ല. അതുവരെ ഇപ്പോൾ എനിക്ക് നാക്കുപിഴ വന്നതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആ ന്യായീകരണം, പിന്നെ നമ്മളൊരാളെ ഇങ്ങനെ വീണ്ടും വീണ്ടും മാപ്പ് പറഞ്ഞതിന് ശേഷവും നമ്മൾ പിന്നാലെ നിന്ന് കാര്യങ്ങൾ പറയരുതല്ലോ എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇൻസെൻസിറ്റീവായ രാഷ്ട്രീയക്കാരാകുമ്പോൾ അവരേറ്റവും മോശം രാഷ്ട്രീയക്കാരാവും. ഏറ്റവും മോശം രാഷ്ട്രീയക്കാരാൽ ഭരിക്കപ്പെടുന്ന നാട് വലിയ അബദ്ധത്തിലേക്കും അപകടത്തിലേക്കും ചെന്നെത്തും. ഇതിനകത്ത് ഇപ്പോൾ ഈ PTA കാര്യം ഹർഷം പറഞ്ഞുകൊണ്ട് ഞാനതിൽ കൂടുതലൊന്നും പറയുന്നില്ല. PTA പ്രസിഡന്റിനൊന്നും കാണാനേ ഇല്ല. അതായത് ഇതിൻ്റെ മുകളിലൂടെ ഒരു മരണ ഊഞ്ഞാലായിട്ട് ഇങ്ങനെ ഈ കാര്യം കിടക്കുമ്പോൾ, അതും 10 വർഷത്തിലേറെയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരാൾക്ക് പോലും അത് തോന്നിയില്ല ഇത് കുഴപ്പത്തിലാണ്, ഇത് ചെയ്യണം എന്ന് ആർക്കും തോന്നിയിട്ടില്ല. ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗം, പ്രത്യേകിച്ചും ഈ കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസ രംഗം വളരെ മെച്ചപ്പെട്ടതാണ്, നമ്മുടെ സർക്കാർ സ്കൂളുകൾ വളരെ മെച്ചപ്പെട്ടതാണെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം, ഇതൊരു എയ്ഡഡ് സ്കൂളാണ്, ഇങ്ങനൊരു പ്രശ്നം അവിടെയുണ്ട് എന്നത് ആരുടെയും തലയിൽ പോയിട്ടില്ല എന്നത്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ പോലും പല ആളുകളും പല രാഷ്ട്രീയക്കാരും പരസ്യമായിട്ടല്ലെങ്കിൽ രഹസ്യമായിട്ട് പറയുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടേത് എന്നല്ല, ഇതൊക്കെ ഒരു നാട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ എന്ന് കരുതുന്ന ആളുകളുണ്ട്. അതായത് ഈ ആളുകൾ, കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ലേ, ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കില്ലേ എന്ന തോന്നൽ ആളുകൾ പങ്കുവെക്കുന്നുണ്ടാകണം. പക്ഷേ അത് അതിനിശിതമായിട്ട് നിഷേധിച്ച് കളയേണ്ടതാണ് അത്തരം ചിന്ത സ്വന്തം മനസ്സിൽ ആർക്കെങ്കിലും വന്നാൽ. കാരണം ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇത് ഒഴിവാക്കാനാകുമായിരുന്ന മരണമാണ്. അതാണ് അതിൽ ഏറ്റവും സങ്കടകരമായ, ഇത് ഒഴിവാക്കാനാകുമായിരുന്ന മരണമാണ്. അതായത് അങ്ങനെ സംഭവിക്കാനേ പാടില്ലായിരുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് ഇത്രമാത്രം സ്കൂളുകളുണ്ടല്ലോ, സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും മറ്റ് പ്രൈവറ്റ് സ്കൂളുകളൊക്കെ ആയിട്ട് ഇത്രമാത്രം ചെറിയ കുഞ്ഞുങ്ങൾ പോകുന്ന സ്കൂളുകളുണ്ടല്ലോ. അവിടെ അവരുടെ ദേഹത്തേക്ക് വീഴാൻ പാകത്തിന് നിൽക്കുന്ന എന്തെങ്കിലും ഭാരമുള്ള വസ്തു അത് അവിടെ നിന്ന് മാറ്റിവെക്കണേ വരെ, അവർ ചെന്ന് വീഴാനിടയുള്ള എന്തെങ്കിലും ഒരു ചെറിയ കുഴി അവിടെ ഉണ്ടെങ്കിൽ അതിനും അവിടെ ഉണ്ടോ എന്ന് ഓരോ സ്കൂളുകളും പരിശോധന നടത്തണം. ഈ സ്കൂളിലേക്കൊരു പാമ്പിഴഞ്ഞ് വരെ കയറാൻ എത്രമാത്രം സാഹചര്യമുണ്ട് എന്ന് ഓരോ സ്കൂളുകാരും പരിശോധിക്കണം. ഈ മഴക്കാലത്ത് ഇതിനകത്ത് ഇഴജന്തുക്കൾ കയറി വരുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും രാവിലെ അവിടെ പരിശോധിക്കണം. കുഞ്ഞുങ്ങളാണ്, ഭാവിയിലേക്ക് ജീവിക്കാനുള്ള കുഞ്ഞുങ്ങളാണ്, അതും ഏത് വീടുകളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഈ അന്യദേശത്തേക്ക് പോയിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ വീട്ടിൽ വിട്ടിട്ട് അന്യദേശത്തേക്ക് പോയിട്ട് കൂലിപ്പണിയെടുത്ത് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ, അവരുടെ ഭാവിയിലേക്ക് ഞങ്ങൾക്ക് ഇവരുണ്ടല്ലോ എന്ന് കരുതിയിട്ട് കൊണ്ടു നടക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇവർ. ഈ PTA പ്രസിഡന്റുമാരായിരിക്കുന്ന, PTA ഇരിക്കുന്ന, ഈ വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുന്ന, ഇത്തരം മന്ത്രിമാരിരിക്കുന്ന, ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പെട്ടുന്ന ആളുകളൊക്കെ ഇരിക്കുന്ന, ഈ ഭരണസമിതിയൊക്കെ ഇരിക്കുന്ന ഈ സ്കൂളുകളിലേക്ക് വരുന്നത് എന്ന് ഇനിയെങ്കിലും ആളുകൾ മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ്. ഒരാൾക്ക് കൂടി അങ്ങനൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് നിശ്ചയമായിട്ടും, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക എന്നേ ഉള്ളൂ. അതിനുവേണ്ട കാര്യങ്ങൾ ആളുകൾ ചെയ്യുക എന്നേ ഉള്ളൂ.